റൂത്ത് അധ്യായം 1. എലിമലക്കും കുടുംബവും മോവാബിൽ. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ ക്ഷാമമുണ്ടായി. അന്ന് യൂദായിലെ ഒരു ബത്ലഹേംകാരൻ ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തു. അവൻ്റെ പേര് എലിമലക്ക്, ഭാര്യ നവോമി, പുത്രന്മാർ മഹ്ലോനും കിലിയോനും. അവർ യൂദായിലെ ബത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായിരുന്നു. അവർ മോവാബിൽ താമസമാക്കി. നവോമിയുടെ ഭർത്താവ് എലിമലക്ക് മരിച്ചു. അവളും പുത്രന്മാരും ശേഷിച്ചു. പുത്രന്മാർ ഓർഫ, റൂത്ത് എന്നീ മോവാബി സ്ത്രീകളെ വിവാഹം ചെയ്തു. 10 വർഷത്തോളം അവർ അവിടെ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ മഹ്ലോനും കിലിയോനും മരിച്ചു. നവോമിക്ക് ഭർത്താവും പുത്രന്മാരും നഷ്ടപ്പെട്ടു. നവോമിയും റൂത്തും ബത്ലഹേമിലേക്ക്. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി മരുമക്കളോടുകൂടെ മോവാബിൽ നിന്ന് തിരികെ പോകാനൊരുങ്ങി. അവൾ താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ട് യൂദായിലേക്കുള്ള വഴിയിലെത്തി. അപ്പോൾ നവോമി മരുമക്കളോട് പറഞ്ഞു, നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചു. കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവൾ അവരെ ചുംബിച്ചു. അവർ പൊട്ടിക്കരഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ പോകുന്നില്ല. അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു. എന്നാൽ നവോമി പറഞ്ഞു, എൻ്റെ മക്കളെ, നിങ്ങൾ തിരിച്ചു പോകുവിൻ. എന്തിനെന്നോട് കൂടെ വരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുമോ? എൻ്റെ മക്കളെ, നിങ്ങൾ മടങ്ങിപ്പോകുവിൻ. വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു. അഥവാ ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ അവർക്ക് പ്രായമാകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുമോ? നിങ്ങൾ വിധവകളായി കഴിയുമോ? ഇല്ല മക്കളെ, കർത്താവിൻ്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു. നിങ്ങളെ പ്രതിയും ഞാൻ അത്യന്തം വ്യസനിക്കേണ്ടി വരും. അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞു. ഓർഫ അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങി. റൂത്ത് അവളെ പിരിയാതെ നിന്നു. നവോമി പറഞ്ഞു, നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ. അവളെപ്പോലെ നീയും പോകുക. റൂത്ത് പറഞ്ഞു, അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് എന്തു ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. അവൾ തന്നോടുകൂടെ പോരാൻ ഉറച്ചു എന്ന് കണ്ട് നവോമി അവളെ നിർബന്ധിച്ചില്ല. അവർ ബത്ലഹേമിൽ എത്തി. പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു. ഇത് നവോമിയോ എന്ന് സ്ത്രീകൾ പരസ്പരം ചോദിച്ചു. അവൾ പറഞ്ഞു, എന്നെ നവോമി എന്നല്ല മാറ എന്നാണ് വിളിക്കേണ്ടത്. സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത്. എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്നു പോയി. ഒന്നും ഇല്ലാത്തവളായി കർത്താവ് എന്നെ തിരിച്ചയച്ചു. കർത്താവ് എന്നെ ഞെരുക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു? അങ്ങനെ നവോമി മോവാബിൽ നിന്ന് അവിടത്തുകാരിയായ മരുമകൾ റൂത്തിനോടുകൂടെ തിരിച്ചെത്തി. ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോഴാണ് അവർ ബത്ലഹേമിൽ എത്തിയത്. റൂത്ത് അധ്യായം 2. റൂത്ത് ബോവാസിൻ്റെ വയലിൽ. നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ബോവാസ് എന്നു പേരായ ഒരു ധനികൻ ഉണ്ടായിരുന്നു. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാ പെറുക്കട്ടെ എന്ന് മൊവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചു. അവൾ പറഞ്ഞു, പൊയ്ക്കൊള്ളുക. റൂത്ത് വയലിൽ ചെന്ന് കൊയ്ത്തുകാരുടെ പിറകെ കാലാ പെറുക്കി. എലിമലക്കിൻ്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിൻ്റെ വയലിലാണ് അവൾ എത്തിച്ചേർന്നത്. ബോവാസ് ബത്ലഹേമിൽ നിന്നു വന്നു. കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് അവൻ കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു. കർത്താവ് അങ്ങയെ അനുഗ്രഹിക്കട്ടെ എന്ന് അവർ പ്രത്യഭിവാദനം ചെയ്തു. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചു, ആരാണ് ഈ യുവതി? നവോമിയോടൊപ്പം മൊവാബിൽ നിന്നു വന്ന മൊവാബി സ്ത്രീയാണിവൾ എന്ന് ഭൃത്യൻ മറുപടി നൽകി. വയലിൽ കാലാ പെറുക്കാൻ അനുവദിക്കണമേ എന്ന് അവൾ അപേക്ഷിച്ചു. രാവിലെ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ കാലാ പെറുക്കുകയാണ്.
അപ്പോൾ ബോവാസ് റൂത്തിനോട് പറഞ്ഞു, മകളെ, കാലാ പെറുക്കാൻ ഇവിടം വിട്ട് മറ്റു വയലുകളിൽ പോകേണ്ട. എൻ്റെ ദാസിമാരോടുകൂടെ ചേർന്നുകൊള്ളുക. അവർ കൊയ്യുന്നതെവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക. നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഭൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ദാഹിക്കുമ്പോൾ അവർ കോരി വച്ചിട്ടുള്ള വെള്ളം കുടിക്കാം. അവൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞു, അന്യ നാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു? ബോവാസ് പറഞ്ഞു, ഭർത്താവിൻ്റെ മരണത്തിനു ശേഷം നീ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് പ്രതിഫലം നൽകും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. അപ്പോൾ റൂത്ത് പറഞ്ഞു, യജമാനനെ, അങ്ങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത്. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല. എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് പറഞ്ഞു, വന്ന് ഭക്ഷണം കഴിക്കൂ. വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിച്ചുകൊള്ളൂ. അങ്ങനെ അവൾ കൊയ്ത്തുകാരോട് കൂടെ ഇരുന്നു. അവൻ അവൾക്ക് മലർ കൊടുത്തു. അവൾ ഭക്ഷിച്ച് തൃപ്തയായി. ബാക്കിയും വന്നു. അവൾ കാലാ പെറുക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞു, അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ. അവളെ ശകാരിക്കരുത്. കറ്റകളിൽ നിന്ന് കുറേശ്ശെ വലിച്ചൂരി അവൾക്ക് പെറുക്കാൻ ഇടണം. അവളെ ശാസിക്കരുത്. അങ്ങനെ അവൾ സന്ധ്യ വരെ കാലാ പെറുക്കി. മെതിച്ചപ്പോൾ ഏകദേശം ഒരു ഏഫ ബാർലി ഉണ്ടായിരുന്നു. അവൾ അതെടുത്തുകൊണ്ട് നഗരത്തിലേക്ക് പോയി. താൻ ശേഖരിച്ച ധാന്യം അമ്മായിയമ്മയെ കാണിച്ചു. ബാക്കി വന്ന ആഹാരം അവൾക്ക് കൊടുക്കുകയും ചെയ്തു. അമ്മായിയമ്മ ചോദിച്ചു, എവിടെയാണ് ഇന്നു നീ കാലാ പെറുക്കിയത്? എവിടെയാണ് ഇന്നു നീ ജോലി ചെയ്തത്? നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ അനുഗ്രഹീതനാകട്ടെ. താൻ ഇന്ന് ജോലി ചെയ്തത് ബോവാസിനോട് കൂടെ ആണെന്ന് അവൾ അമ്മായിയമ്മയോട് പറഞ്ഞു. നവോമി മരുമകളോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ. അവൾ തുടർന്നു, അവൻ നമ്മുടെ ബന്ധുവാണ്, ഉറ്റ ബന്ധു. റൂത്ത് പറഞ്ഞു, കൊയ്ത്ത് മുഴുവൻ തീരുവോളം വേലക്കാരോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നവോമി മരുമകളോട് പറഞ്ഞു, മറ്റു വയലുകളിൽ പോയി ശല്യം ഏൽക്കാനിടയാകാതെ നീ അവൻ്റെ ദാസിമാരോടുകൂടെ പോകുന്നതാണ് നല്ലത്. അങ്ങനെ ബാർലിയുടെയും ഗോതമ്പിൻ്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ അവൾ ബോവാസിൻ്റെ ദാസിമാരോട് ചേർന്ന് നിന്ന് കാലാ പെറുക്കി തൻ്റെ അമ്മായിയമ്മയോടൊത്ത് ജീവിച്ചു.